അസ്സലാമു അലൈക്കും. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യവും അതുപോലെ നടക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ, അതിയായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതുവരെയും നടന്നു കിട്ടാത്തവർ, ഒരു വട്ടമെങ്കിലും ഇതുപോലെ ചെയ്തു നോക്കിയാൽ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേർ ഓതിയിട്ട് അവർക്ക് ഫലം കിട്ടിയ മാർഗമാണിത്. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിക്കൊടുത്ത ഒരു മാർഗമാണിത്. സൂറത്തുൽ യാസീൻ പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധ ഖുർആന്റെ മാതാവ് എന്ന ഒരു വിശേഷണം ഈ സൂറത്തിന് കൊടുക്കണമെങ്കിൽ എത്രത്തോളം മഹത്വമേറിയ ഒരു സൂറത്തായിരിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ശൈത്താനിൽ നിന്നും, കണ്ണേറിൽ നിന്നും, സിഹറിൽ നിന്നും കാവൽ നൽകുന്ന, അസുഖങ്ങളിൽ നിന്നും രക്ഷ നൽകുന്ന, നമ്മുടെ സൃഷ്ടാവിൻ്റെ കോപമില്ലാതാക്കി നമ്മളോട് ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് നമ്മുടെ ഹാജത്തുകൾ നിറവേറാൻ ഓതേണ്ട രീതി പറയാം. നമ്മുടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന, പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം നിയ്യത്താക്കി അതേ ഇരിപ്പിലിരുന്ന് 40 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഒറ്റ ഇരിപ്പിൽ 40 വട്ടം പൂർത്തിയാക്കിയ ശേഷം മനസ്സുരുകി കണ്ണീരോടെ റബ്ബിനോട് ദുആ ചെയ്യുക. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓതുമ്പോൾ ഉള്ള സംസാരം, ചിന്തകൾ ഒഴിവാക്കുക. ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ കാര്യം നടക്കും എന്ന വിശ്വാസത്തോടെ ഓതുക. നമ്മുടെ ആവശ്യം ഹൈറാണെങ്കിൽ, അത് വളരെ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 40 വട്ടം ഓതിത്തീർത്താൽ ഫലം ഉറപ്പുള്ള മാർഗമാണിത്. അതുകൊണ്ട് ഒരേ ഒരു വട്ടമെങ്കിലും ആരും ഇതുപോലെ ചെയ്തു നോക്കാൻ മറക്കരുതേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.